ഇമാമുന ഷാഫി തങ്ങളോട് എന്താണ് ഇത്ര ഗംഭീരമായ ഓർമ്മശക്തി എന്ന് ചോദിക്കുന്നുണ്ട് ചില ശിഷ്യന്മാർ. എന്ത് കേട്ടാലും ടേപ്പ് റെക്കോർഡിനെ പോലെ കാണാതെ പഠിക്കും. മഹാനുഭാവം പറയണ എന്താണ്? ഒതുടുക്കാതെ എൻ്റെ ഉമ്മ എനിക്ക് പാല് തന്നിട്ടില്ല എന്നാണ്. ഒതുടുക്കാതെ എൻ്റെ ഉമ്മ എനിക്ക് പാല് തന്നിട്ടേ ഇല്ല. ബിസ്മി ചൊല്ലാതെ എൻ്റെ ഉമ്മ എൻ്റെ വായിലേക്ക് സ്തനം അടുപ്പിച്ചിട്ടില്ല. സിമ്പിളായൊരു കാര്യമില്ല, അത് നമുക്കും പറ്റൂലേ? വൈദ്യശേഖ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ നമ്മൾ ചർച്ച ചെയ്യുക. മാതാപിതാക്കളുടെ വിശുദ്ധി ഞാൻ പറയണ്ടല്ലോ. മാതാവ് വഴി ഹുസൈൻ റളിയല്ലാഹുവിലേക്ക് എത്തും, പിതാവ് വഴി ഹസൻ റളിയല്ലാഹുവിലേക്ക് എത്തും. അതുകൊണ്ട് ബഹറായി ഇൽമിൻ്റെ മഹാനുഭാവൻ 2 മദ്ഹബിൽ എല്ലാ സങ്കീർണ പ്രശ്നങ്ങൾക്കും ഫത്വ കൊടുത്തിരുന്നു. ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും. ഷാഫിയ്യ ഫസിർത്തൽ ഹംബലിയ്യ ബിലാ, നമ്മൾ ഖുത്ബയിൽ ചൊല്ലാറുണ്ട്. അങ്ങനെ ഇൽമിൻ്റെയും ആരാധനയുടെയും ശ്രേഷ്ഠഭാവത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നമ്മൾ പുകഴ്ത്തുന്ന, ലോകം മൊത്തം ആദരിക്കുന്ന, എല്ലാവരും മൗലൂദും മാലയും ചെല്ലുന്ന, ഖുത്ബിയ്യത്ത് നടത്തുന്ന തലത്തിലേക്ക് ഷെയ്ഖ് ജീലാനി വളർന്നു വന്നു. മനുഷ്യരായിരുന്നു നമ്മളൊക്കെ മാതിരി തന്നെ. ഇൽമിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. മഹാനുഭാവൻ്റെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഹക്ക് തആലയിലേക്ക് നീ പറന്നുയരുക ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ചിറകുകൾ മുഖേന. ഔന്നിത്യത്തിലേക്ക് പറക്കേണ്ടത് ഒരു ചിറക് ഹദീസാവണം, ഒരു ചിറക് ഖുർആനാവണം. എന്ന് വെച്ചാൽ ഖുർആനും ഹദീസും ദീനും കൃത്യമായി പഠിച്ചിട്ട് വേണം ഉന്നതിയിലേക്ക്, ആത്മീയതയിലേക്ക് സാലിക്കായി മാറാൻ. ഇതില്ലാത്ത രീതിയിൽ ആരൊക്കെ ആത്മീയ കളി കളിക്കുന്നോ അവരെ ഇബ്ലീസ് പഴപ്പിച്ചിട്ടേ നിൽക്കൂ. പിന്നെ അറാമുകളൊക്കെ അവർക്ക് ഹലാലാവും. പിന്നെ ഹാർമോണിയം പാടലായിരിക്കും ദിക്റിൻ്റെ പ്രധാന സംഗതി. കൈ ഇങ്ങനെ കൊട്ടണീൻ്റെ മസല എന്താണ്? പരിശുദ്ധ ഇസ്ലാം സമ്മതിക്കാത്തൊരു സാധനമാണത്. അത്യാവശ്യത്തിന് സ്ത്രീകൾക്കൊക്കെ അവരുടെ ഇമാമ് മറന്നാൽ ഇങ്ങനെ കൊട്ടാൻ പറ്റും. പക്ഷെ ദിക്റേൽക്ക് മൊത്തം പിന്നെ എങ്ങനെ ആവും? കൊട്ടിപ്പാട്ടായി മാറും, വട്ടപ്പാട്ടായി മാറും. എന്തുകൊണ്ടാ? ഇൽമിലൂടെ വളരാതെ എന്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അബദ്ധത്തിലേക്കാണ് എത്തിച്ചേരുക. ഇന്ന് കാണുന്ന ശൈഖന്മാരിലൊക്കെ നമ്മളത് വല്ലാതെ കാണുന്നുണ്ട്. നിസ്കാരം മുടക്കുന്ന കുറേ ശൈഖന്മാർ. ജീലാനി തങ്ങൾ ജീവിതത്തിൽ 91 വർഷമാണ് ജീവിച്ചത്. ആ ദീർഘമായ പീരീഡിനിടക്ക്, ഒരു നൂറ്റാണ്ടോളം നിൽക്കുന്ന ആ പീരീഡിനിടക്ക് ഒരൊറ്റ വക്ത് നിസ്കാരം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശൈഖായി അജ്മീറിലേക്ക് യാത്ര പോവുക ഒരു സംഘമായിട്ട്. ഒറ്റ വക്ത്, ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയിനിടയിൽ ഒരൊറ്റ വക്ത് ഫർദ് നിസ്കരിക്കാതിരിക്കുക. ശൈഖിനെ വല്ലാതൊന്നും ആവാഹിക്കാത്ത ന്യൂ മെമ്പർമാരിങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കും നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന്. അപ്പോൾ ഷെയ്ഖിനെ വല്ലാതെ സ്വാധീനിച്ച ഖലീഫമാരൊക്കെ ആയ ഷെയ്ഖിൻ്റെ 2-ാമനും 3-ാമനൊക്കെ ആയിട്ടുള്ള മുരീദ് അവരെ വിളിച്ചിട്ട് പറയും, എന്താ അപ്പം എൻ്റെ പ്രശ്നം? നിസ്കരിക്കണം ഞാന്നുള്ളതല്ലേ, അതിനെന്താ ഇപ്പോൾ കുഴപ്പം? എന്താ കുഴപ്പം? ഖബറിൽ മലക്കുകൾ വന്നിട്ട് ചോദ്യം ചോദിക്കും. അപ്പോൾ ആദ്യം നിസ്കാരത്തെ ചോദിക്കും എന്നുള്ളതല്ലേ. അപ്പോൾ ഐറ്റങ്ങളിങ്ങനെ പറയാതെ ആദ്യം നിസ്കാരത്തിനെയുള്ള ചോദിക്കുക. അപ്പം മലക്കുകൾ ചോദിക്കാൻ വരുന്ന സമയത്ത് നമ്മളെ ഷെയ്ഖ് അയാളെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന്. ചെറിയ അടി അടിക്കാൻ കരുതിയാൽ മലക്കിൻ്റെ അടിയോട് കൊണ്ടാലേ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ആ ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞിട്ട് മൂപ്പരാളോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അതോടെ മലക്ക് പേടിക്കും, മലക്ക് അവിടുന്ന് പോവും. എന്തേ കാര്യം? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് വരുവോളം അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളെ ഷെയ്ഖുന കയ്യിൽ ഉറപ്പിട്ടിരിക്കണ്, നിസ്കരിക്കണ്ട എന്നുള്ള ഉറപ്പിട്ടിരിക്കണ്. ഇൽമില്ലെങ്കിൽ ഇബ്ലീസ് പറ്റിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് നന്നാവാൻ വേണ്ടി സാലിക്കീങ്ങളുടെ മാർഗത്തിൽ കയറുന്നവരെ. സാലിക്കീങ്ങളുടെ മാർഗത്തിൽ, ഔലിയാവാനുള്ള മാർഗത്തിൽ കയറുന്ന ആളുകൾക്കുള്ള കൈപ്പുസ്തകം എന്ന രീതിയിലാണ് ഗൈനുദ്ദീൻ മഖ്ദൂം നമ്മൾ അതുക്കിയ രചിക്കുന്നത്. മഹാനുഭാവൻ അതിൻ്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട്. ആരെങ്കിലും മൗലിയാക്കളുടെ മാർഗത്തിൽ കയറാൻ വിചാരിക്കുന്നുവെങ്കിൽ ഈ അദ്കിയയിൽ പറയുന്നത് പഠിച്ച് അനുഷ്ഠിക്കട്ടെ എന്ന്. ആ അദ്കിയയിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത് ശരീഅത്തും ഇബാദത്തും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും അനുഷ്ഠിക്കാതെ ഒരു തരീഖത്തുമില്ല എന്നാണ്, ഒരു ഹഖീഖത്തുമില്ല എന്നാണ്.
മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലം തഹ്സല. ത്വരീഖത്താവട്ടെ ഹഖീഖത്താവട്ടെ വലിയ ആത്മീയ സംഗതിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ അവകാശപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഈ സാധനങ്ങൾ ഏതാവട്ടെ, ശരീഅത്തിനെ പ്രവർത്തിക്കാതെ ഒരാൾക്കും അത് സാധ്യമല്ല. അപ്പൊ ഇബ്ലീസ് പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നല്ല ഇൽമിന്റെ പിന്തുണയുണ്ടെങ്കിലേ ഈ സാലിക്കീങ്ങളുടെ സഞ്ചാരം വിജയത്തിലേക്ക് എത്തുള്ളൂ. ഷേഖ് ജീലാനി തങ്ങളുടെ അടുത്ത് വന്നു ഇബ്ലീസ്. വെള്ളിയുടെ ചഷകങ്ങൾ, പാത്രം, കിണ്ടിയൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആരാധനാ വൈഭവത്തിൽ അള്ളാഹു പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളെ ഇബാദത്ത് ചെയ്ത് അത്യുന്നതിയിലേക്ക് എത്തിയത് കൊണ്ട് കുറേ ഹറാമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആദരിച്ചുകൊണ്ട് ഈ വെള്ളിയുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അള്ളാഹു സമ്മതം തന്നിരിക്കുന്നു. ഇത് സ്വീകരിച്ചാലും നല്ല ഷെയ്ഖിനെ പോലെ പാറി വന്നിട്ട് ഇബ്ലീസ് പറയുന്നുണ്ട് മൊയ്തീൻ ഷെയ്ഖ് തങ്ങളോട്. മൂപ്പര് പുളക്കം കൊണ്ടോ? ഹായ്, ഞാൻ തിരക്കടിഞ്ഞാന്ന് വിചാരിച്ചോ? എന്താല്ലേ എൻ്റെ ഒരു ഉഷാറ് എന്നൊക്കെ മൂപ്പര് വിചാരിച്ചോ? ഒറ്റ അട്ടഹാസം ഓടിച്ചു വിട്ടു. ഒരൊറ്റ വർത്താനം, എല്ലാവരേക്കാളും ശ്രേഷ്ഠൻ, അനക്രമക്കും വാത്തക്കാക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ, തഖ്വയുള്ളവൻ, ശ്രേഷ്ഠൻ എന്ന് പ്രഖ്യാപിച്ച എൻ്റെ വല്ലിപ്പ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എനിക്കോ ഒന്ന് ചോദിക്കുകയാണ്, ഇത് ചോദിക്കാൻ എങ്ങനെ കഴിയുന്നത്? ഇൽമുള്ളതുകൊണ്ട്. 10-30 വർഷം, ശരിക്കും 32 വർഷം മഹാനുഭാവൻ ഇൽമു പഠിച്ചു നടന്നു. പല പല ഗുരുക്കളെയും സമീപിച്ചു, സാധനകൾ സ്വീകരിച്ചു, കഠിനമായി അധ്വാനിച്ചു. ഇൽമു പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹറായി മാറി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹംബലി മദ്ഹബിലെയും ഷാഫിഈ ഫിഖ്ഹിലെയും എന്ത് പ്രശ്നങ്ങളും നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്ന ഫഖീഹായി മാറി. എന്നിട്ട് 10-25 കൊല്ലം ഇത് പരിശീലിച്ചു നടന്നു. ബഗ്ദാദിൻ്റെ തെരുവിലൂടെ, മരുഭൂമിയിലൂടെ, ആരാരുമില്ലാത്ത ഇടങ്ങളിൽ മഹാനുഭാവൻ പറയുന്നുണ്ട്, എന്നെ ഒരു മനുഷ്യനും കാണൂലായിരുന്നു, ഞാൻ അവരെയും കാണൂലായിരുന്നു. അങ്ങനെ പഠിച്ച ഇൽമു കൊണ്ട് അമല് ചെയ്ത് ഹൃദയത്തെ പാകപ്പെടുത്തി. അമ്മാറത്താവുന്ന നഫ്സിനെ, തിന്മ കൽപ്പിക്കുന്ന നഫ്സിനെ എങ്ങനെ ഒതുക്കണമെന്ന് കഠിനമായ സാധനയിലൂടെ മഹാനുഭാവനും പരിശീലിച്ചെടുത്തു. അതിനെങ്ങനെയാണ് ലവാമത്തിലേക്ക് നീക്കേണ്ടത്, എങ്ങനെയാണ് മുത്മഇന്നത്തിലേക്ക് നീക്കേണ്ടത്, എങ്ങനെയാണ് മനുഷ്യൻ്റെ ആത്യന്തിക വിജയം സാധ്യമാകുന്നത്? 10-25 വർഷത്തെ കഠിനമായ അധ്വാനം. അതിനിടക്ക് മഹാനുഭാവൻ രാത്രി ഒരു ഖത്തം തീർക്കുന്നുണ്ട്. എങ്ങനെ ഉറക്ക് വരരുത് എന്ന് കരുതിയിട്ട് ഒരു കാലിൽ നിൽക്കും. ഒരു കാലമേ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ഒരു കാലമ നിൽക്കണത് എന്തിനാ? ഉറക്ക് വരരുത് എന്ന് കരുതിയിട്ട്. എന്നുമല്ല, മൂപ്പരാൾ ചാരി നിൽക്കണ ഒരു ചുമരുണ്ട്, അതിൽ ആണി തിരിച്ചടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയാൽ, കൈയുടെ ബാലൻസ് തെറ്റിയാൽ ആണിയിൽ കൊള്ളണം, ഉറക്ക് പോവണം എന്ന് കരുതിയിട്ട്. നമ്മൾ മക്കളുടെ ആത്മീയതയെ കുറവിനെ കുറിച്ച് വാചാലരാവാണ്. മക്കൾ സംഘടനാ പ്രവർത്തനത്തിന് വരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് ഖത്തം തീർത്തതെന്ന് സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എന്നെ കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, 100-300ഓളം ഖത്തമാണ് ഖബറിലിരുന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഓതി തീർത്തത്. പുറമോദിയതിൻ്റെ കണക്കല്ല ഞാനീ പറയണത്, പുറമോദിയതിൻ്റെ കണക്കല്ല. സ്വന്തം ഖബർ നിർമ്മിച്ചിട്ട് അള്ളാഹുവിനെ ഓർത്തി ഖബറിൽ കിടക്കേണ്ട കാര്യമാലോചിച്ച് കണ്ണീര് തൂകി തട്ടം നനഞ്ഞ് ഓതി തീർത്ത ഖത്തുമിൻ്റെ എണ്ണം. അതുകൊണ്ടാ മഹാപണ്ഡിതൻ 10 ലക്ഷത്തിലധികം ഹദീസ് കാണാതെ പിടിച്ച് ഇമാമുന ഷാഫി തങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും നഫീസത്തുൽ മിസ്രിയ തങ്ങളുടെ അടുത്തേക്ക് ദ്വാരക്കാൻ പറഞ്ഞയച്ചത്. അവസാനത്തെ രോഗം വന്നു. ഇമാമുന ഷാഫി തങ്ങൾക്ക് 54-ാം വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ദ്വാരക്കാൻ പറഞ്ഞയച്ചു. മഹദി ദ്വാരുന്നില്ല. ചെന്ന ശിഷ്യനോട് മഹദി പറഞ്ഞു, അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ശിഷ്യന് മനസ്സിലായി ഗുരു വിട്ടുപോകാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ഷിഫ കൊണ്ട് ദ്വാരക്കേണ്ടതാണ് മഹദി. പക്ഷെ അന്ന് ദ്വാരുന്നതല്ല, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് ദ്വാരുന്നത്. തൻ്റെ ഉസ്താദ് പിരിയാനായിട്ടുണ്ട് എന്ന് ആ ശിഷ്യന് ബോധ്യപ്പെടുന്നു. വൈകാതെ ഇമാമുന ഷാഫി ആ രോഗത്തിൽ തന്നെ മരണപ്പെടുന്നു. റളിയല്ലാഹു അൻഹു. റാബിയത്തുൽ അദബിയ ഉണ്ട്, മറ്റൊരു താരകം. തൻ്റെ പിതാവിൻ്റെ 4ാമത്തെ മോളായിരുന്നു. അതുകൊണ്ടാണ് റാബിയ എന്ന് പേര് വന്നത്. തൻ്റെ സഹോദരിമാരോടൊപ്പം 10 വർഷം 12 വർഷം 13 വർഷം 14 വർഷം 15 വർഷം 16 വർഷം 17 വർഷം 18 വർഷം 19 വർഷം 20 വർഷം 21 വർഷം 22 വർഷം 23 വർഷം 24 വർഷം 25 വർഷം 26 വർഷം 27 വർഷം 28 വർഷം 29 വർഷം 30 വർഷം 40 തൻ്റെ തൻ്റെ
വിശപ്പ് സഹിക്ക വയ്യാഞ്ഞിട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് പോകുമ്പോൾ കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുപോയി അടിമയായി വിൽക്കുന്നു. ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു വലിയ സമ്പന്നൻ്റെ അടിമയായി മാറി റാബിയ. കഠിനമായി അധ്വാനിക്കണം, ഭക്ഷണം നന്നായിട്ട് കിട്ടൂല, ഉറങ്ങാൻ നല്ല സംവിധാനമല്ല. ഇങ്ങനെ എന്തോ ഒരു ചെറിയ സാധനം ഇറക്കി കെട്ടിയിട്ടുള്ള ചെറിയ ഒരു 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 ഉറങ്ങാൻ മാത്രം പറ്റുന്ന ഒരു ചെറിയ സംവിധാനമുണ്ട്. ഒരു രാത്രി ഉടമസ്ഥൻ എന്തോ കാര്യത്തിന് ഉണർന്നപ്പോൾ റാബിയയുടെ റൂമിൽ നിന്ന് അടക്കിപ്പിടിച്ച സംസാരം കേൾക്കുന്നു. അദ്ദേഹത്തിന് തോന്നി റാബിയ എന്തോ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം, ശിക്ഷിക്കണം എന്നൊക്കെ കരുതി അദ്ദേഹം പമ്മി ആ റൂമിൻ്റെ അടുത്തേക്ക് വരുന്നു. റാബിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ട് നിന്ന് എന്താ പറയുന്നത് എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. റാബിയ സംസാരിക്കുകയാണ് തൻ്റെ പ്രിയതമനോട്, തൻ്റെ പ്രേയസിയോട്, തൻ്റെ ഇഷ്ടക്കാരനോട്. ഇനിയും കുറേ ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ എൻ്റെ ഉടമസ്ഥന് സേവനം ചെയ്യാൻ കഴിയില്ല. ഞാനൊരു അടിമയാണല്ലോ റബ്ബേ. നേരം വെളുക്കോളം ഖുർആൻ ഓതണമെന്നുണ്ട്, നിസ്കരിക്കണം എന്നുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് രാവിലെ ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാന്ന്. 9 മണി മുതൽ രാവിലെ 8:30 വരെയും കടന്നുറങ്ങുന്ന നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കുക. ഇനിയും നേരം വെളുക്കോളൊക്കെ എനിക്ക് ബാധ്യത ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അടിമയായതുകൊണ്ട് ഉടമസ്ഥനോട് ചില ബാധ്യതകൾ നിർവഹിക്കാനില്ലേ. അതുകൊണ്ട് പൊറുക്കണം പടച്ചോനെ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നിശയുടെ അന്ത്യയാമങ്ങളിൽ ഇത്തിരി ഉറങ്ങുന്നതിന് പടച്ച റബ്ബിനോട് പൊറുക്കൽ ചോദിച്ച റാബിയത്തുൽ അദബിയ. അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൊത്തം മാറി, അദ്ദേഹത്തിൻ്റെ കൽബ് ഉരുകി. പിറ്റേ ദിവസം രാവിലെ തന്നെ മഹദിയെ വിളിച്ചു. താങ്കളെ ഞാൻ സ്വതന്ത്രയാക്കുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ഇനി ഇഷ്ടം പോലെ ആരാധിച്ചോളൂ, നേരം വെളുക്കോളം പ്രാർത്ഥിച്ചോളൂ, ഖുർആൻ ഓതിക്കോളൂ, നിസ്കരിച്ചോളൂ, ഒരു വിലക്കുമില്ല. എനിക്ക് ജോലി ചെയ്യണമെന്ന് കരുതിയിട്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടന്നുറങ്ങണ്ട, തുറന്നുകൊണ്ടിരുന്നോളൂ, ഇബാദത്ത് ചെയ്തോളൂ. അതല്ല, വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവലാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം. സന്തോഷപൂർവ്വം റാബിയ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെയാണ് ആത്മീയതയുടെ ചക്രവാളത്തിൽ ജ്വലിക്കുന്ന താരകമാവുന്നത്. എത്ര ശിഷ്യർ, എത്ര മനുഷ്യർക്ക് അവിടുന്ന് വഴികാട്ടിയായി. അള്ളാഹുവിനെ സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. ആരാധന അർപ്പിക്കുന്നത് സ്വർഗം കിട്ടാനല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ആരാധന അർപ്പിക്കുന്നത് സ്വർഗം കിട്ടാനേ അല്ല. ഞാൻ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള ഭയം കൊണ്ടുമല്ല. ആരാധനയ്ക്ക് പടച്ച റബ്ബ് സൂക്ഷ്മമായി മാർക്കിടാൻ ശ്രമിച്ചാൽ തീർച്ചയായും എൻ്റെ ആരാധനകൾ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതിന് പ്രതിഫലം കിട്ടുകയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ ഔദാര്യം മാത്രം, പടച്ച റബ്ബ് കനിഞ്ഞേകി തരുന്നത് മാത്രം. പടച്ച റബ്ബ് എന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ അത് അവൻ്റെ നീതിയുടെ നിർവഹണം മാത്രം. ചോദ്യം ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെയെന്ന് എനിക്ക് എതിർവാദം ഉന്നയിക്കാൻ പറ്റൂല. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് റബ്ബ് എന്നോട് അത് കൽപ്പിച്ചു, അതുകൊണ്ട് മാത്രം. മഹദി ഒരു ദിവസം ഒരു കൈയിൽ നിറച്ചു വെള്ളം ബക്കറ്റും ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച ചൂട്ടുമായിട്ട് ശിഷ്യരുടെ അടുത്ത് പുറത്തു വരുന്നുണ്ട്. എന്താ പണിയെന്ന് ചോദിക്കണ്ടവർ. മഹദി പറഞ്ഞു, ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോകാം, നരകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കെടുത്താനും പോകാൻ. കുറേ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. അവർ തെറ്റിയാതെ പേടിച്ചു മാറി നിൽക്കണം, നരകത്ത് പോകലോ എന്ന് കരുതിയിട്ടാണ്. സത്യത്തിൽ ആരാധന അർപ്പിക്കേണ്ടത് അങ്ങനല്ല. പടച്ച റബ്ബ് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ചെയ്യുക. വമാ മഖ്സൂദുഹും ജന്നാത്തു അദിൻ വലാ നൈലുൽ മഖാം. നമ്മൾ ഷാദിലി റാത്തീബിൽ ആ ബൈത്ത് ചൊല്ലാറുണ്ട്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദിൻ. ഷെയ്ഖ് ജീലാനിയെ പോലെയുള്ള, റിഫായി തങ്ങളെ പോലെയുള്ള, റാബിയത്തുൽ അദബിയെ പോലെയുള്ള, മഹദിയാം നഫീസത്തുൽ മിസ്രിയെ പോലെയുള്ള, ഇമാമുന ഷാഫിയെ പോലെയുള്ള, ഇമാമുന നവവിയെ പോലെയുള്ള, ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലെയുള്ള മഹാന്മാരുടെ ഒന്നും ആരാധന സ്വർഗം മോഹിച്ചോ ഉന്നതമായ സ്ഥാനങ്ങൾ കാക്ഷിച്ചോ അല്ലായിരുന്നു. നേരെ മറിച്ച് പടച്ച റബ്ബ് കൽപ്പിച്ചു, അതുകൊണ്ട് ചെയ്യാം. കാരണം അവനാ ഓക്സിജൻ തന്നത്, അവനാ അന്നം തന്നത്, അവനാണ് ആരോഗ്യം തന്നത്, അവനാ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷി തന്നത്, അവനാണ് നട്ടെല്ലിന് ബലം നൽകിയത്, അവനാണ് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ചിന്ത പോലും നൽകിയത്.
പിന്നെ ആ റബ്ബിനെ ആരാധനിക്കുന്നതിന് കൂലി വാങ്ങാൻ നിൽക്കുക. ഇതായിരുന്നു അവരുടെ ജീവിതം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇബ്ലീസ് പറ്റിക്കാൻ വന്നാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നവർക്ക് കൃത്യമായിട്ട് അറിയും. നേർച്ച നമ്മുടെ നാട്ടിൽ കുറേ കാലം ചായക്കച്ചവടം നടത്തി, പിന്നെ ആനയുടെ വാപ്പനായി, പിന്നെ എന്തൊക്കെയോ തരികിട സംവിധാനങ്ങളൊക്കെ ചെയ്തു നോക്കി, ഒന്നും ക്ലിക്കായില്ല. അപ്പോൾ ബോംബെയിൽ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഈ തോളിലെ പച്ച ഷാളിൻ്റെ സാധ്യത മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഷാൾ ഇട്ട് വന്നിട്ട് ഞാൻ വലിയ ഷെയ്ഖുനെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പച്ച പിടിച്ച് വലിയ സുൽത്താനായി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ശരീഅത്തൊരു വിഷയമല്ലെന്നു. പോവുക അജ്മീറിലേക്ക്, പോയിട്ട് അവിടെ പോകുവോളം ഇവിടെ വരുവോളം ഒരു മാസം നിസ്കാരം ഒരു വക്ത് നിർവഹിക്കാതിരിക്കുക. എന്തേ സംഭവം? അവർക്ക് ഉറപ്പ് കിട്ടിയിരിക്കണ്, പടച്ച റബ്ബിൽ നിന്ന് പ്രത്യേകമായൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നിസ്കരിക്കേണ്ട, ഒക്കെ റെഡിയാണ്, മരിച്ചിട്ട് കിട്ടിയാൽ മതി, ഓക്കെയാണ് എന്ന് അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഉറപ്പ് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ വഫാത്താകുന്ന ആ വക്തിലെ നിസ്കാരം പോലും അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെയും ഫളൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെയും തോളിൽ ഊന്നി നിന്ന് പള്ളിയിലേക്ക് എത്തി മഹാനുഭാവൻ ജമാഅത്തായി നിർവഹിച്ചത്. സങ്കടം തോന്നും. പള്ളിയിൽ 2 വരണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ കാലിങ്ങനെ ഒരതി വന്നത്. മണലാണ് പള്ളിയുടെ പ്രതലം, മാർബിളല്ല, കാർപ്പറ്റല്ല, മണലിങ്ങനെ നിരത്തിയിട്ടതാ. റസൂലുള്ളാഹി തങ്ങൾക്ക് ബാലൻസ് ഇല്ലാഞ്ഞതുകൊണ്ട് കാലിങ്ങനെ കുഴഞ്ഞു കടന്നിട്ട് 2 കാലും ഒരതിയിട്ടുള്ള 2 വരകളുണ്ടായിരുന്നു. അങ്ങനെ മഹാനുഭാവൻ വഫാത്തായ അവസാന വക്തിലെ നിസ്കാരം പോലും നിർവഹിച്ചു. മുത്തറസൂലിനോടൊപ്പം ചാണിന് ചാണായി സിദ്ദീഖ് തങ്ങൾ നടന്നു. മരണപ്പെടുന്ന ആ ഒരു വക്ത് വരെ മഹാനുഭാവൻ ഏതെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചോ? മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് കിട്ടിയോ? എത്ര സൂക്ഷ്മമായി ജീവിച്ചു. ഈത്തപ്പനയോല വെട്ടിയിട്ട് അതിൽ കടന്ന് മനോഹരമായി ഉറങ്ങി. തലയണ വെക്കാൻ വേണ്ടിയിട്ട് മണൽ കൂന വെച്ച് അതിൻ്റെ പ്രതലൊന്നും കൂടെ ഒതുക്കിയിട്ട് അതുമ്മ കടന്ന് ഇങ്ങനെ സന്തോഷപൂർവ്വം ഉറങ്ങി. മഹാനുഭാവൻ ശമ്പളം വാങ്ങിയില്ല, വീട്ടിലാകെ പട്ടിണിയും പരിവട്ടമായി. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ നേതൃത്വത്തിൽ സഹബാ കിറാം ചെറിയൊരു യോഗം ചേർന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ശമ്പളം വാങ്ങാൻ പറയണം എന്നല്ല, ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നമുക്കൊരു ചെറിയ തലയണ നിർമ്മിച്ചു കൊടുക്കണം. ഭയങ്കരമായൊരു ഉപഹാരം, ഒരു തലയണ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് വാഷബിളായ ഫൈബറിൻ്റെ നൂലൊക്കെ ഇട്ടിട്ടുള്ള വളരെ സ്മൂത്തായൊരു സാധനമാണെന്നൊന്നും ആരും മനസ്സിലാക്കരുത്. ഈ തപ്പന പോലെ കീറി ചെറുതാക്കിയിട്ട് അതൊരു തുണി കെട്ടിയിട്ട് അതിങ്ങനെ കെട്ടിട്ടിട്ട് അമർത്തി കൗത്തി വെക്കണ സാധനമാണ് ഈ തലയണ. തീരുമാനമൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് അവരെടുത്തു. പക്ഷേ ഇനി ഇത് ഉമർ ഫാറൂഖ് തങ്ങളോട് ആരാ പറയാ? ഓരോരുത്തർ എസ്കേപ്പായി. ഉമർ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് തലയണ വാങ്ങണം, ശമ്പളം എടുക്കണം എന്ന് പറഞ്ഞ് ചെന്നാലേ അവസാനം അവരൊരു നല്ല ഹിക്മത്ത് കണ്ടുപിടിച്ചു. ഹഫ്സാ ബീവിനെ കൊണ്ട് പറയിപ്പിക്കുക. ഉമർ ഫാറൂഖ് തങ്ങളുടെ മോൾ എന്നല്ല, മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ, ഉമർ ഫാറൂഖ് തങ്ങൾ പോലും ആദരിക്കേണ്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദി. പാപ്പാൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് മഹദി ഇങ്ങനെ മെല്ലെ ചെല്ലണുണ്ട്. വിക്കി കാര്യം ഒപ്പിച്ച് പറയുന്നുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുക, മോളെ ഈ ആവശ്യവുമായി എൻ്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞത് ആരാന്നൊന്ന് പറയൂ. ഉമർ ഫാറൂഖ് തങ്ങൾ കരഞ്ഞു, തല താഴ്ത്തിയിരുന്ന് കരഞ്ഞു. പ്രിയപ്പെട്ട മോളെ, ഞാനും എൻ്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയതാണ്. അവർ 2 പേരും സ്വർഗത്തിലേക്ക് എത്തി. അവരുടെ യാത്രയുടെ ആത്യന്തിക ലക്ഷ്യം അവർ നേടിക്കഴിഞ്ഞു. ഇനി പാവപ്പെട്ട ഉമർ, എൻ്റെ പ്രിയപ്പെട്ട റസൂൽ തങ്ങൾ സ്വീകരിക്കാത്തൊരു സന്തോഷം എനിക്ക് വേണ്ട മോളെ, എനിക്കത് വേണ്ട. ഞാനൊരിക്കൽ മുത്തുറസൂലിൻ്റെ റൂമിൽ ചെന്നു. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട്. തോല് ഉറക്കിടാൻ പറ്റുന്ന രൂക്ഷ സ്വഭാവമുള്ള കുറച്ച് ഇലകളുണ്ട്. അഭിമാന നബി തങ്ങൾ ഈത്തപ്പനയുടെ ഹോരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കരച്ചിൽ വന്നു. റസൂലിൻ്റെ പുറത്താകെ ഈത്തപ്പനയുടെ അടയാളമുണ്ടായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു. എൻ്റെ കരച്ചിലിൻ്റെ തേങ്ങലിൻ്റെ ശബ്ദം കേട്ട് പുണ്യപ്പൂമാൻ മുത്തുറസൂൽ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി? മായുബിക്കയാ ഉമർ, എന്തേ കരഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ വിക്കി പറഞ്ഞു, കിസ്റയും കൈസറും എത്ര സന്തോഷത്തിലാണ് ജീവിക്കണത്, എന്തൊക്കെ സൗകര്യങ്ങൾ, വഞ്ചാമരം വീശാൻ സുന്ദരി പെണ്ണുങ്ങൾ, ചുറ്റും കാവൽക്കാർ, നല്ല ശ്രേഷ്ഠമായ ഫുഡ്,
മിനുമിനുത്തമെത്ത അങ്ങ് ലോകത്തിൻ്റെ നായകൻ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ പ്രയാസം തോന്നി റസൂലേ. ഉമർ ഫാറൂഖ് തങ്ങളോ ചേർത്ത് നിർത്തിയിട്ട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമർ അമാ യുർദീക്, അങ്ങേക്ക് സന്തോഷമല്ലേ? അവരുടെ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭൂതികളും ആനന്ദങ്ങളും ഈ ദുന്യാവിൽ നിന്ന് തീർന്നു പോവുകയും നമ്മുടേതിൻ്റെ സമാരംഭം പരലോകത്ത് വരികയും ചെയ്യുന്നത് അങ്ങേക്ക് ഇഷ്ടല്ലേ? നമുക്ക് സന്തോഷിക്കാനുള്ളത് പരലോകത്താണ്. മോളെ, നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ 2 ചുമലിലും കൈവച്ച് പുണ്യപ്പൂമാൻ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നീ മറന്നുപോയോ? ഖും ഫി ദുനിയാ കഅന്നക ഗരീബ വഅദ്ബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ 2 ചുമലിലും കൈവച്ച് ഹൃദയത്തോടുടക്കി കണ്ണോടുടക്കിയിട്ട് ആർദ്രമാം ഭാഷയിൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നീ മറന്നോ? ഖും ഫി ദുനിയാ കഅന്നക ഗരീബ്, ഈ ദുന്യാവിൽ നീ ഒരു വിദേശിയെപ്പോലെയാവണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ എപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ജീവിതം. അതിനിടയ്ക്ക് ഉമറുൽ ഫാറൂഖിന് ഇത്രയൊക്കെ മതിയെന്നും പറഞ്ഞ് പ്രിയപ്പെട്ട മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ണീരോടുകൂടെ യാത്ര അയക്കുന്ന സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഷെയ്ഖാന്നും പറഞ്ഞ് ഭയങ്കര ആഡംബര ജീവിതം നയിച്ചു. എനിക്ക് ഉറപ്പിട്ടിട്ട് റസൂലിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, അതുകൊണ്ട് ഇനി നിസ്കാരം വേണ്ടാന്ന് കരുതിയോ? അബൂലുലു തന്ന വൃത്തികെട്ടവൻ്റെ കുത്തേറ്റ് മഹാനുഭാവൻ മരണപ്പെടുന്നത് സുബഹി നിസ്കാരത്തിൻ്റെ ഇമാമത്ത് നിൽക്കുമ്പോഴാണ്. മിഹ്റാബിൽ ഒളിച്ചു നിന്ന ചെങ്ങാതി കടാര കൊണ്ട്, വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടിവയറ് കുത്തിപ്പൊളിച്ചു, കുടൽമാല പുറത്ത് ചാടി. മഹാനുഭാവൻ ഒരു ഉറപ്പൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ സുഖമായിട്ട് സുബഹിൻ്റെ സമയത്ത് പുതച്ച് കിടക്കുകയായിരുന്നെങ്കിൽ കുത്ത് കിട്ടൂലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നിഗമനം ചെയ്യാം. പക്ഷെ മഹാനുഭാവൻ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയോ? എന്നിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരമൊന്നും വേണ്ട, നമുക്ക് ഉറപ്പിട്ടിരിക്കണ്, ഖബറിന്ന് മലക്കുകൾ ചോദിക്കാൻ വന്ന ഷെയ്ഖിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വൃത്തികെട്ട ആത്മീയ കൂട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ ഫ്രോഡ് കമ്പനിക്കാർ. ഇവിടെയാണ് മൊയ്തീൻ ഷെയ്ഖിനെ നമ്മൾ വായിക്കേണ്ടത്. അവിടെ നിന്ന് എങ്ങനെയാണ് തൻ്റെ തസവുഫിൻ്റെ പരിശീലനം തുടങ്ങിയത്? എല്ലാവരോടും പറഞ്ഞു ഒഞ്ഞ് നിസ്കരിക്കണ്ടെന്ന്. ഇല്ല, ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അപ്പ പഠിപ്പിച്ചു കൊടുത്തു. ഇരുത്തേണ്ടവരെ ഇരുത്തി, പൊക്കേണ്ടവരെ പൊഴുത്തി, മാനിക്കേണ്ടവരെ മാനിച്ചു. റിഫായി ഷെയ്ഖുമായി വലിയ ബന്ധം പുലർത്തി. അന്നത്തെ ഷെയ്ഖുമാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ ജീവിച്ചു. ഇൽമിനാണ് പ്രാധാന്യം കൊടുത്തത്. പിന്നെയും ഞാനത് പറയാണ്. നമ്മുടെ നാട്ടിൽ എത്ര ഉസ്താദുമാരുണ്ട്, എത്ര ദീനീ സംരംഭങ്ങളുണ്ട്. നോക്കൂ, എത്ര മനോഹരമായ മദ്രസ ഉണ്ട്. രാവിലെ കുറച്ച് നേരം ഷിഫ്റ്റ് ആണെങ്കിൽ വൈകിട്ട് കുറച്ച് നേരവും. ഇത് കഴിഞ്ഞാൽ ഈ സംവിധാനം എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ ഇൽമൊക്കെ റെഡിയാണോ? നമ്മുടെ ഫാത്തിഹ ഓത്ത് ഇതുവരെയും ശരിയാവണ്ണം നിർവഹിക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടുണ്ടാവുമോ? നമ്മൾ ആലോചിക്കണ്ടേ? ഏതെങ്കിലും ഉഗാണ്ടയിലല്ല നമ്മൾ ജീവിക്കണത്. പള്ളിക്ക് മഞ്ഞമുള്ള പത്തനംതിട്ടയിലല്ല നമ്മൾ ജീവിക്കണത്. ഉസ്താദുമാരെ കാണുമ്പോൾ കൗതുകം തോന്നുന്ന യുപിയിൽ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഉസ്താദുമാരാലും വിവരമുള്ളവരാലും സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും വൃത്തികെട്ടവരെ അനുകരിക്കുക എന്നതല്ലാതെ ഇൽമിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം പഠിക്കണമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെങ്കിൽ അടുത്തടുത്ത് വരുന്നു ഖബറെന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം.